ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയാർ പുഴയുടെ തീരത്താണ്. ഞങ്ങളുടെ സാറിൻ്റെ മകളുടെ കല്യാണ റിസപ്ഷന് പങ്കെടുക്കാനാണ് രാവിലെ കണ്ണൂരിൽ നിന്ന് നമ്മൾ കുറച്ച് പേർ പുറപ്പെട്ടത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കൃത്യം 12:45 നമ്മളുടെ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോടേക്കല്ല, ഫറൂഖിലാണ് ഈ സ്ഥലം, ഈ കൺവെൻഷൻ സെൻറ്റർ. മറീന കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് ഒരുപാട് പുഴകളും നദികളും പാലങ്ങളും പച്ചപ്പ് നിറഞ്ഞ വയലുകളും ഒക്കെ കടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റോഡിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്രയും സ്പീഡിലല്ല വണ്ടി പോകുന്നത്. പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ടും മറ്റു ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടും അത്രയും സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ നിർത്തിയിടും. എന്നാൽ പുതിയ പാലത്തിലൂടെ ഉഷാറായി പോകാനും പറ്റുന്നുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ പോകുമ്പോൾ കാണുന്നത്. 5:45 ഈ റിസപ്ഷൻ ആഘോഷം തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 5:30-ക്കെങ്കിലും എത്തണം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ശരിക്കും പറഞ്ഞാൽ ഇരുവണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ മറീന കൺവെൻഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചാലിയാർ നദിയുടെ തീരത്താണ് ഈ സെൻറ്റർ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമ്മൾ ബസ് ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇവിടെ ഈ ഫറൂഖിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അവിടെ ഒരു നല്ല സുന്ദരമായ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഗാർഡനിൽ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇനി വളരെ അടുത്താണ് ഈ സെൻറ്റർ ഉള്ളത്. ഈ ചാലിയാർ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ ഇപ്പോൾ ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് ഇരിക്കുന്നത് കണ്ടു. ഞങ്ങളുടെ ബസ് 12:45 പുറപ്പെട്ടതാണല്ലോ. ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം, ഒരു ചായ കുടിക്കണം എന്നൊക്കെ നിർദ്ദേശം വന്നു. പക്ഷേ എവിടെയും നിർത്തിയിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ നമ്മൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഈ മറീനയുടെ ഗേറ്റിൽ എത്തി. മറീന കൺവെൻഷൻ സെൻറ്റർ. ഈ സ്ഥലം, ഇരുവണ്ണൂർ എന്ന ഈ സ്ഥലം, ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഭയങ്കര മനോഹരമായ ആംബിയൻസാണ്. ദൂരെ നിന്ന് തന്നെ ഈ മറീന കൺവെൻഷൻ സെൻറ്റർ കണ്ടു. ഇതിൻ്റെ മുകളിൽ നിറയെ പച്ചപ്പാണ്. ഒരു പച്ച വള്ളി കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ 1000 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല മനോഹരമായ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇതിൻ്റെ ചുറ്റിലും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അധികം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളൊക്കെ പുറത്തോട്ട് കടന്നു. അങ്ങനെ ഞങ്ങളെ സാറേയും കണ്ടു. സാറ് വഴി പറഞ്ഞു തന്നു ഉള്ളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് കേട്ടോ പാർട്ടി. വിശാലമായ സ്ഥലം. എല്ലാവർക്കും ഇവിടെ നിന്ന് വന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പലതരം വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. ചെമ്പരത്തി ടീ ഉണ്ട്. അങ്ങനെ പലതരം ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്, പിന്നെ പോപ്കോൺ ഉണ്ട്. അപ്പം ഞാൻ ഈ പുഴയുടെ ഭംഗി കണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. എന്ത് മനോഹരമായ പുഴ. സൈഡിലായി ഒരു ബോട്ട് നിർത്തിയിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആരോ പറയുന്നത് കേട്ടോ, അതൊരു മണ്ണ് മാന്തി
കപ്പലാണ് എന്നൊക്കെ എന്തോ. ഈ ചാലിയാർ പുഴയ്ക്ക് വേറൊരു വിശേഷമുണ്ട് കേട്ടോ. അതിൽ സ്വർണ്ണഖനനം നടത്താൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അതുകൊണ്ട് തന്നെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വൈകുന്നേരം ആയല്ലോ, അസ്തമയത്തിൻ്റെ മൂഡിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ സൂര്യൻ്റെ ഈ സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെയുണ്ട് പുഴയിൽ. അപ്പോൾ ഈ ചാലിയാർ നദിയിലെ സ്വർണമാണോ എന്ന് തോന്നും. അത്ര മനോഹരമായ ആംബിയൻസാണ്. ദൂരെ പുതിയ പാലം, ആ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. ഇതാണ് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ നമ്മൾ പലരും ഈ പുഴത്തീരത്തും അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. ഭയങ്കര മനോഹരമായ സ്ഥലം തന്നെയാണ് ഇത്. മറീന കൺവെൻഷൻ സെൻറ്റർ വളരെ റിച്ചായവർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു കൺവെൻഷൻ സെൻറ്ററാണ്. അത്രയും കോസ്റ്റ്ലി ആണെന്നാണ് അറിഞ്ഞത്. വധൂവരന്മാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ റെഡിയായിട്ടുണ്ട്. ഇത് സീമ, എൻ്റെ സുഹൃത്താണ്. ഇപ്പോഴും ആളുകൾ ഈ പുഴയുടെ തീരത്ത് ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. സൂര്യൻ ഇപ്പോൾ കാർമേഘത്തിന് ഉള്ളിലായി. വെളിച്ചം ഒരു മങ്ങിയ വെളിച്ചമാണ് ഉള്ളത്. പക്ഷേ പുഴക്ക് ഒരു പ്രത്യേക വെളിച്ചമുണ്ടല്ലോ. വളരെ ശാന്തമായി ഒഴുകുന്ന ചാലിയാർ നദി. ദൂരെ, വളരെ ദൂരെ ബോട്ടുകളും തോണികളും ഇങ്ങനെ പോകുന്നത് കാണാം. ഇപ്പോൾ വെള്ളത്തിന് ഒരു വെള്ളിയുടെ നിറമാണ്. അങ്ങനെ നമ്മൾ ഈ സൗന്ദര്യവും ഈ ആംബിയൻസും എല്ലാം എൻജോയ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഏർപ്പാടായി. അങ്ങനെ നമ്മളും അടിപൊളി സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു. എല്ലാം ഉണ്ട്. വെജ് വേറെ, നോൺ വെജ് വേറെ. അങ്ങനെ അവസാനത്തെ പരിപാടിയായി വധുവും വരനും വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനത്തെ പല പരിപാടികളും ഉണ്ട്. പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചു. നമ്മുടെ വണ്ടി ഒരു മാഹിയിലെ പെട്രോൾ പമ്പിനെത്തിയപ്പോൾ അവിടെ ഒരു വണ്ടിയിൽ ഒരു ആനയും കയറ്റി ഒരു വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആന നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഉള്ളത്. കാണാൻ നല്ല രസമാണ്. വല്ല ഉത്സവത്തിന് കൊണ്ടുപോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പുറകിലും ഇവർ മുമ്പിലുമായി പോകുമ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു ആനയെ. അങ്ങനെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ സമയം ഒരുപാടായി, 10 മണിയൊക്കെ കഴിഞ്ഞു. ഒരു 11 മണിയെങ്കിലും ആവും കണ്ണൂരിലെത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇതൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഈ ചാലിയാർ പുഴയുടെ തീരവും അതിമനോഹരമായ ആംബിയൻസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ ആക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.